നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക്. സേലം സ്വദേശികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്ക്. എരുമപ്പെട്ടിയിൽ പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. എളവള്ളി നന്ദന്റെ കരവിരുതിൽ തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ദാരുശില്പങ്ങൾ ഒരുങ്ങി. പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്കുള്ള ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. വടക്കേക്കാട് 63-കാരിയുടെ സാഹസികതയിൽ 4.5 വയസ്സുകാരന് പുനർജീവൻ. കിണറ്റിൽ വീണ കുരുന്നിനാണ് ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സന്ദർഭോചിത ഇടപെടലും 63-കാരിയുടെ ധീരതയും തുണയായത്. തീയണച്ചിട്ടും അഗ്നിബാധയ്ക്ക് പൂർണ്ണതോതിൽ ശമനമില്ല. നാട്ടുകാർ വലയുന്നു. കുന്നംകുളം അടുപ്പുട്ടി പ്രദേശത്തെ രാജീവ് നഗറിലെ 5 ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് തീയണച്ചിട്ടും പുക ഉയരുന്നത് മൂലം നാട്ടുകാർ ദുരിതം നേരിടുന്നത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടിയെടുക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക്. സേലം കള്ളക്കുറിച്ചി സ്വദേശിനികളായ 40 വയസ്സുള്ള കോളഞ്ചി, 38 വയസ്സുള്ള കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. മലപ്പുറം ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് അതിഥി തൊഴിലാളികളായ സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ച് പാതയോരത്ത് സൂക്ഷിച്ച വാഹനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീകളെ കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകരും കുന്നംകുളം താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് മനുഷ്യനായി സ്നേഹത്തോടെ ഇടപഴകാൻ കിട്ടുന്ന വിദ്യാഭ്യാസം നൽകുന്നത് പൊതുവിദ്യാലയങ്ങളിലാണെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പുതുപൊന്നാനി ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ 94-ാം വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യനാക്കുന്നത് പൊതുവിദ്യാലയങ്ങളും അവിടുത്തെ നല്ല അധ്യാപകരുമാണ്. സ്നേഹത്തിന്റെ മനസ്സുള്ള മനുഷ്യരിലാണ് ഈശ്വരൻ നിലനിൽക്കുക. എല്ലാത്തരം വിഭാഗീയതകൾക്കും അതീതമായ സ്നേഹം പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പൊതുവിദ്യാലയമെന്നും ഇത്തരം കേന്ദ്രങ്ങൾ സംരക്ഷിക്കേണ്ടത് അമ്മമാരെ അടിച്ചുകൊല്ലുന്ന മക്കൾ വളരുന്ന ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. സ്കൂൾ വാർഷികാഘോഷവും പ്രധാനാധ്യാപിക VJ ജെസി ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവും കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു. അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ചെയർമാൻ KV അബ്ദുൽ നാസർ മുഖ്യാതിഥിയായിരുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക VJ ജെസി ടീച്ചർക്ക് PTA-യും ജീവനക്കാരും നൽകുന്ന ഉപഹാരം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ കൈമാറി. മാധ്യമപ്രവർത്തകൻ ഫാറൂഖ് വെളിയങ്കോട്, കായിക താരങ്ങളായ അർഷ ഷെറിൻ, അഫ്സൽ, ഗായകരായ ഷിഹാബ് പാലപ്പെട്ടി, ഷിഹാബ് പുതുപൊന്നാനി, ഉപജില്ലാ കലാകായിക മേളകളിൽ വിജയികളായ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ A ബാദുഷ, കൺവീനർ ഫാറൂഖ് വെളിയങ്കോട്, പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഗായകരായ ഷിഹാബ് പാലപ്പെട്ടി, ഷിഹാബ് പുതുപൊന്നാനി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാദേശിക കലാകാരന്മാരുടെ സംഗീത വിരുന്നും ശ്രദ്ധേയമായി. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ വെള്ളറക്കാട് സ്വദേശികളായ മോഹനൻ, വിനീത, മഹിത, 3.5 വയസ്സുള്ള ഇതൾ, പെട്ടിയോട്ടോ യാത്രക്കാരായ തമിഴ്നാട് സ്വദേശി നാഗരാജ്, മുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എളവള്ളി നന്ദന്റെ കരവിരുതിൽ തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ദാരുശില്പങ്ങൾ ഒരുങ്ങി. പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്കുള്ള ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ദാരുശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്.
ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണൻ ആചാര്യയുടെയും പാറുക്കുട്ടിയുടെയും മകനാണ്. ശില്പനിർമ്മാണത്തിൽ വിനോദ് മാരായമംഗലം, നവീൻ, ജയന്തൻ, പ്രസാദ്, ജിത്തു, സന്തോഷ്, ഹരി, സനീഷ് എന്നിവർ സഹായികളായി. തൃക്കാവ് ഈശ്വർ നിവാസിൽ ബാലകൃഷ്ണസ്വാമിയാണ് പ്രവൃത്തികൾ വഴിപാടായി സമർപ്പിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ, ക്ലർക്ക് ഗിരീഷ്, KP നാരായണ പിഷാരടി, T ചന്ദ്രശേഖരൻ, K മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ പുസ്തകോത്സവത്തിന്റെ മുന്നോടിയായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. കവിതാലാപനം, ലളിത ചലച്ചിത്ര ഗാനാലാപനങ്ങൾ എന്നീ ഇനങ്ങളിൽ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലും നാടകം, ഗാനാലാപനം, നാടൻപാട്ട് എന്നിവയിൽ പ്രായ നിബന്ധനയില്ലാതെ പൊതുവായ മത്സരവും നടത്തി. ചിത്രകാരൻ ഗായത്രി, KR ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 11 വർഷങ്ങളിലായി നടത്തിവരുന്ന ഗുരുവായൂർ പുസ്തകോത്സവം ഇത്തവണ മാർച്ച് 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള തീയതികളിലായിട്ടാണ് നടക്കുക. തീയണച്ചിട്ടും അഗ്നിബാധയ്ക്ക് പൂർണ്ണതോതിൽ ശമനമാകാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കുന്നംകുളം അടുപ്പുട്ടി പ്രദേശത്തെ രാജീവ് നഗറിലെ 5 ഏക്കറോളം വരുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് വ്യാപകമായി തീപിടുത്തമുണ്ടായത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ അഗ്നിബാധ ഉണ്ടായതാണ്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറമ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുക ഉയരുന്നതായും ഇതേ തുടർന്ന് വലിയ പ്രയാസങ്ങൾ നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതാണ് തീ അണച്ചിടത്തു നിന്നും വീണ്ടും പുക ഉയരാൻ കാരണമെന്നാണ് നിഗമനം. ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. അഗ്നിബാധയ്ക്ക് കാരണമാകുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഉണങ്ങിയ പുല്ലുകളും മറ്റും അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടുത്തെ ഇവിടുത്തെ 4 ദിവസമായി അപ്പോൾ അത് ആ സമയത്ത് ഫയർഫോഴ്സൊക്കെ വന്ന് ഇവിടെ കിടത്തി. ഇവിടെ പുകഞ്ഞിട്ട് ഭയങ്കര പുകച്ചിൽ. പിറ്റേ ദിവസം ഞാൻ കൗൺസിലറോട് പറഞ്ഞു ഇവിടെ ഭയങ്കര പുക എടുക്കുന്നുണ്ട്. മൂപ്പര് ഇവിടെ പോയിട്ട് നഗരസഭയിൽ പോയി പറഞ്ഞ് നഗരസഭ പിന്നെ ഫയർഫോഴ്സിനെ വന്ന് വിളിച്ച് ഫയർഫോഴ്സ് വന്നു. പുകയൊന്നും തീയൊന്നും ആളി കത്തുന്നില്ല, പുക മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു മടങ്ങി പോവുകയും ചെയ്യും. ഇപ്പം ഇന്ന് നോക്കിയപ്പോൾ നല്ലോണം പിന്നെയും പുക 2-4 സ്ഥലത്ത് വരുന്നുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. മൂക്കുന്നൊക്കെ ഇങ്ങനെ കറുത്തത് വരിക, കണ്ണ് ഭയങ്കര വേദന. പ്രത്യേകിച്ച് വായു മലിനീകരണം, അത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണമാണ്. അതൊന്ന് അവസാനിപ്പിച്ച് തരാൻ അധികൃതർ രംഗത്ത് വരണമെന്നാണ് അപേക്ഷിക്കുന്നത്. മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെ ഓട്ടോ ടാക്സി മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. TV ഷാജി അധ്യക്ഷനായി. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PG സുനിൽകുമാർ, MM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് KR വർഗീസ്, ഫ്രാങ്ക്ലിൻ കുണ്ടന്നൂർ, PD ജോയ്, TA ഔസേബ്, ഉല്ലാസ്, ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. വിചിത്രമായ ഉത്തരവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷകൾക്ക് നിർബന്ധമായും കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയകളിലാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ അതേ സംബന്ധിച്ച് മീറ്ററിൽ കാണുന്ന പൈസ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് യാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ കഴിയുള്ളൂ. വലിയ തർക്കത്തിലേക്ക് പോകും. പ്രമുഖ ഗാന്ധിയനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പേരകം കളത്തിൽ ശിവരാമൻ അന്തരിച്ചു. 105 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും.
ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 11 ഗജവീരന്മാർ അണിനിരന്നു. പാണ്ടിമേളവും ഉണ്ടായി. വർണ്ണക്കാവടികൾ, തെയ്യം, നാടൻ കലാരൂപങ്ങളുടെ പ്രകടനം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റിയേക്കി. ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിലവിളക്ക്, അലങ്കാരപ്പറ, പൂത്താലം എന്നിവയുടെ അകമ്പടിയോടെ ഭഗവാൻ ആറാട്ടിനായി പുറപ്പെട്ടു. തുടർന്ന് വാദ്യാഘോഷങ്ങളും പൂത്താലവുമായി ഗ്രാമപ്രദക്ഷിണം നടന്നു. വഴിനീളെ ഭക്തർ നിറപ്പറയും നിലവിളക്കുമായി സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി പ്രദക്ഷിണം, കൊടിയിറക്കം, 25 കലശമാടൽ, ശ്രീഭൂതബലി എന്നിവയുടെ ഉത്സവത്തിന് സമാപനമായി. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ മടത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. പൂരാഘോഷ നിയന്ത്രണ കമ്മിറ്റി കൺവീനർ KN ഷാജി മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് അലി ദാരിമിയും പറയങ്ങാട് ജുമാ മസ്ജിദ് മുദരി ഷർഫുദ്ദീൻ ഫൈസിയും ചേർന്ന് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂറിന് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് സെക്രട്ടറി വലിയവളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി തറയിൽ അലി, മസ്ജിദ് പുനർനിർമ്മാണ ട്രഷറർ പാവൂരയിൽ റസാഖ്, ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ പ്രധാനാധ്യാപകൻ ഇസ്മായിൽ സുഹരി, കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 300-ൽ പരം കുടുംബങ്ങൾക്ക് 16 നോമ്പുതുറ വിഭവങ്ങൾ അടങ്ങിയ കിറ്റുകൾ നൽകി. വടക്കേക്കാട് 63-കാരിയുടെ സാഹസികതയിൽ 4.5 വയസ്സുകാരന് പുനർജീവൻ. കിണറ്റിൽ വീണ കുരുന്നിനാണ് ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സന്ദർഭോചിത ഇടപെടലും 63-കാരിയുടെ ധീരതയും തുണയായത്. ശനിയാഴ്ച വൈകിട്ട് മണികണ്ഠേശ്വരത്താണ് സംഭവം. CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷംസു കല്ലൂരിന്റെ മകൻ 7 വയസ്സുകാരനായ ബാരിഷും പിതൃസഹോദരന്റെ പുത്രി 7 വയസ്സുകാരിയായ ഫിൻസ ബിൻ ഫിറോസും ഇവരുടെ പിതാവിന്റെ സഹോദരന്റെ മകളുടെ മകൻ മുഹമ്മദ് ഐസും കൂടി കളിക്കുന്നതിനിടെ അറിയാതെ കാൽവഴുതി മുഹമ്മദ് ഐസ് താഴ്ചയുള്ള കിണറ്റിലോട്ട് വീഴുകയായിരുന്നു. ഷംസുവിന്റെ സഹോദരൻ തെക്കേപ്പാട്ടയിൽ മുഹമ്മദ് ഹാജിയോടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കിണറിന് സമീപത്തെ മോട്ടോർ ഷെഡിന്റെ മുകളിൽ വീണ നെല്ലിക്കയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 4.5 വയസ്സുകാരൻ 14 റിംഗ് താഴ്ചയുള്ള കിണറിലേക്ക് വീണത്. ഉടൻ തന്നെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന 7 വയസ്സുകാരൻ ബാരിഷ് മുത്തുമയായ 63-കാരി സുഹറയെ വിവരം അറിയിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ കുട്ടിയെ രക്ഷിക്കാനായി പമ്പ് സെറ്റിലെ ഫുട്ബോൾ പിടിച്ച് കയറിൽ തൂങ്ങി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. തുടർന്ന് മുങ്ങിത്താഴുകയായിരുന്ന കുട്ടിയെ എടുത്ത് ഇരുവരും കയറിൽ തൂങ്ങി നിന്നു. ചായപാത്രം അങ്ങനെ എടുത്തിട്ട് ഞാൻ ഓടി നോക്കുമ്പോൾ ഒരു കാല് മാത്രമുണ്ട്. കാലിങ്ങനെ താന്നു പോവുക. ഞാൻ എങ്ങനെയാണ് എത്തി നിൽക്കാന്ന് വെച്ചില്ല. എന്റെ കയ്യില്ല. അന്ന് ഞാൻ കയർ പിടിച്ചു. എന്റെ കയ്യൊക്കെ ഇവിടെ ഒക്കെ നീല നിറഞ്ഞു വരെയുണ്ടായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയൊക്കെ എങ്ങനെ പോയെന്ന് വെച്ചാൽ പിന്നെ അവിടെ പോയിട്ട് ആ പൈപ്പ് പിടിച്ച് അങ്ങനെ എത്തി കുട്ടികളെ പൊന്നു. വിവരമറിഞ്ഞെത്തിയ തൊട്ടടുത്ത വീട്ടിലെ ഇവരുടെ ബന്ധു കൂടിയായ അഷ്കറും മറ്റുള്ളവരും ചേർന്ന് ഇരുവരെയും കിണറിന് മുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി. അക്കൊക്കെ വേഗം ഇടി വന്നിട്ട് ഈ പൈപ്പ് പിടിച്ചിട്ട് ചാടും. എന്നിട്ട് മൂത്തമ്മ അവനെ പിടിച്ചിട്ട് പൈപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ തല കറങ്ങണേന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്കും അക്കൊക്കെ വന്നിട്ട് പിടിച്ചിട്ട് വെച്ചു. ഉണ്ണിനെ ഞെറ്റിയപ്പോ പിന്നെ അക്കുക്കാന് അവനൊക്കെ ജയിച്ചു. വീഴ്ചയിൽ കുട്ടിക്ക് ഇടത് ചെവിയിൽ ചെറിയ പരിക്കുണ്ട്. ഇരുവരെയും പുന്നേർകുളം ശാന്തി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിച്ചു. വലിയ അപകടത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഞെട്ടൽ കുടുംബത്തിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അതേസമയം സംയോജിത ഇടപെടലിൽ കുരുന്നിന്റെ രക്ഷകരായതിന്റെ ആശ്വാസത്തിലാണ് 7 വയസ്സുകാരൻ ബാരിഷും 63-കാരി സുഹറയും. ആളൂർ ചിറക്കാവ് ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പൂരാഘോഷവും വേല മഹോത്സവവും നടന്നത്. പൂരദിവസമായ ശനിയാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ശ്രീ ശർമ്മൻ നമ്പൂതിരി എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് പ്രാദേശിക പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഗ്രാമവീഥികളിലൂടെ പ്രദക്ഷിണം നടത്തിയ പൂരം എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പാടശേഖരത്തിനോട് ചേർന്നുള്ള അരിക്കലിന് മുന്നിലെത്തി നമസ്കരിച്ച ശേഷം ക്ഷേത്രത്തിന് മുന്നിലെത്തിച്ചേർന്നു. ദീപാരാധനയെ തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8 ഗജവീരന്മാർ അണിനിരുന്നു. ഞായറാഴ്ച വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള തെയ്യം ഉൾപ്പെടെയുള്ള നാടൻ കലാരൂപങ്ങളും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. പൂരാഘോഷങ്ങൾക്ക് ക്ഷേത്രസമിതി ഭാരവാഹികളായ ശിവരാജൻ, സന്തോഷ്, തുളസീദാസ് എന്നിവർ നേതൃത്വം നൽകി.
ജവാന്മാർ വെറുതെ അലമ്പിലേക്ക് പോകരുത്. ആനകളെ തിരിച്ചു വിടുന്നതാണ്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കാൽനടപ്പാതയിൽ രൂപം കൊണ്ട കുഴിയിൽ വാഴ വെച്ചും തെരുവ് വിളക്കുകൾ കണ്ണടയ്ക്കുന്നതിനെതിരെ മെഴുകുതിരികൾ തെളിയിച്ചും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മേൽപ്പാല പരിസരത്ത് ഗുരുവായൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമരം സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ വിഷയാവതരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠൻ, നേതാക്കളായ ബാലൻ വാറനാട്ട്, VK സുജിത്ത്, ശൈലജ ദേവൻ, ശശി വാറനാട്ട്, VS നവനീത്, പ്രിയ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഡിബിൻ ചാമുണ്ടേശ്വരി, PR പ്രകാശൻ, വിപിൻ വാലങ്കര, അൻസാർ PA, ജെസ്റ്റോ സ്റ്റാൻലി, രാകേഷ് V എന്നിവർ നേതൃത്വം നൽകി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ MK അജിതകുമാരി, പ്രധാന അധ്യാപകർ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ CH സാദിഖ് എന്നിവർക്ക് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ നടന്ന യോഗം തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ PV റഫീഖ് അധ്യക്ഷനായി. തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി അംഗം ഡോക്ടർ M ശ്രീകല, പ്രധാന അധ്യാപകരായ CP ലിജി, PF ജോസ്, AM സീമ, ഫാദർ യാക്കോബ് OSC, രാജു ഡേവിഡ്, VV സായ, ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ MK സൈമൺ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ 44ാമത് വാർഷികം സുമാനസം 2025 ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ പരിപാടി ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് M ചീരൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പാൾ NJ ലിസി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൈക്കോളജിസ്റ്റും ചൈതന്യ സ്കൂൾ മുൻ സെക്രട്ടറിയും കോർഡിനേറ്ററുമായ T അബി ഡേവിഡ്, ജില്ലാ യൂത്ത് വെൽഫെയർ ഓഫീസറും ബാലസഹായ സമിതി മുൻ പ്രസിഡന്റുമായ ചേറു PM എന്നിവരെ ആദരിച്ചു. വാർഡ് കൗൺസിലർ സനൽ AS, പ്രസിഡന്റ് അപ്പുമോൻ CK, കുന്നംകുളം YMCA പ്രസിഡന്റ് രഞ്ജൻ മാത്യു എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും കോമഡി ഉത്സവ് ഫെയിം കലാഭവൻ ബാദുഷ ടീമിന്റെ സാക്സോഫോൺ നാഷണൽ അവാർഡ് വിന്നർ കിഷോർ കുമാർ അന്തിക്കാട് അവതരിപ്പിച്ച സ്പെഷ്യൽ പ്രോഗ്രാമും അരങ്ങേറി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നെല്ലിക്ക എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജനോത്സവം സിനിമാ താരം VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗദാമിനി, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ, രാമദാസ് മാസ്റ്റർ, താജുനിസ P അജയൻ, P നൂറുദ്ദീൻ, KC ഷിഹാബ്, ആശാലത, BDO അമൽദാസ്, KJ, CDPO സുലൈഖ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ 131ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മഹത്തരമായ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി സംഘടിപ്പിച്ച വാർഷികം ഗുരുചരണം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഈ നിങ്ങളുടെ 131ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ടെലിവിഷൻ അവതാരകയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവിയുമായ ഡോക്ടർ ലക്ഷ്മി ശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി. സ്റ്റാഫ് പ്രതിനിധി സിമി ജോസ് ഡിജിറ്റൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരുവനന്തപുരം സാഹിത്യവേദിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ഫാദർ വർഗീസ് തിരുത്തിച്ചിറയെ ചടങ്ങിൽ ആദരിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ NS ജിഷ്ണു, നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, സ്കൂൾ പ്രധാന അധ്യാപിക CP ഷീജ, BPC അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് CD പരമേശ്വരൻ, സ്കൂൾ ലീഡർ CS ആവണി തുടങ്ങിയവർ സംസാരിച്ചു. വിജയികളെ ആദരിക്കൽ, പാഠ്യേതര പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനദാനം, പ്രീ പ്രൈമറി പ്രതിഭകളെ ആദരിക്കൽ, RPമാരെ ആദരിക്കൽ, പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ, എൻഡോമെന്റ് വിതരണം തുടങ്ങിയ പരിപാടികളും വാർഷികത്തിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി.
സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ചാവക്കാട് മത്സ്യഭവന്റെ 2024 മികച്ച മത്സ്യ കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ CK-സെബിയെ യൂത്ത് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന സദസ്സ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജോബിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ സെബി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സിജോ ജോസ്, ദൃശ്യ മണികണ്ഠൻ, അതുൽ ജസ്റ്റ്യൻ, TS ദൃശ്യ, എബിൻ റോബിൻ, പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റ് ജെനിൽ ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര ജനശക്തി സെന്ററിന് സമീപത്തുള്ള സെബിയുടെ ട്രീസ ഫാമിൽ ബ്രാലുകളെ മാത്രമാണ് വളർത്തുന്നത്. മത്സ്യത്തീറ്റ മാത്രം കൊടുത്താണ് ഫാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഏകദേശം 4000 മത്സ്യങ്ങൾ ഇപ്പോൾ ഫാമിലുണ്ട്. ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിഷവും മറ്റും നൽകി കൃഷി നടത്തുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത് മനുഷ്യർക്കുള്ളതാണ്, നമ്മുടെ പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ കഴിക്കേണ്ട ഭക്ഷണമാണ് എന്ന് കരുതി തന്നെ അതിനുവേണ്ടി ചെറിയ ചെറിയ നഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ ഒരു തരത്തിലുള്ള മായവും കലരാതെ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സ്നേഹവും എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഈ മത്സ്യകൃഷി മേഖലയിൽ ഇന്ന് ഈ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അർഹിച്ച കരങ്ങളിൽ അർഹിച്ച സമയത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന KSTA അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. ചാവക്കാട് ശിക്ഷക് സദനിൽ നടന്ന യാത്രയയപ്പ് യോഗം KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് KB ഫെർഡി ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, ബിന്ദു TM, PS ഷൈജു, ഡിക്സൺ വി ചെറുവത്തൂർ, CD വിനി, TT സുമ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ MC സുനിൽകുമാർ, രാജി NS, KLJC, ജോയ്സി MK തുടങ്ങിയവർ സംസാരിച്ചു. വിശുദ്ധ റമളാൻ ആത്മവിശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഞമനങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റമളാൻ കിറ്റ് വിതരണം ചെയ്തു. 10,000-ലധികം ആളുകൾക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ഈത്തപ്പഴ വിതരണ ഉദ്ഘാടനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK നിർവഹിച്ചു. ഞമനങ്ങാട് മുദ്രിസ് സുബൈർ സാദി അൽ അർഷദി വിഷയാവതരണം നടത്തി. മജീദ് മാസ്റ്റർ, മുഹമ്മദ് അലി ഹാജി കൗക്കാനപ്പെട്ടി, അഷ്റഫ് ഹാജി ദുബൈ, നൌഷാദ് വല്ലാശ്ശേരി, VM കുഞ്ഞുമോൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ മുസ്ലിം മൗദ് ദിനയോഗവും റമളാൻ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇമാം മഹ്ദിയുടെ പ്രവചനപ്രകാരം ജനിച്ച വാഗ്ദത്തപുത്രനെ അനുസ്മരിച്ചുകൊണ്ടുള്ള മുസ്ലിം മൗദ് ദിന പ്രഭാഷണത്തിന് മൗലവി ഗുലാം അഹമ്മദ് നേതൃത്വം നൽകി. ചടങ്ങിൽ അധ്യക്ഷനായ അബ്ദുൽ ഖാദർ റമളാനിൽ നാം സ്വായത്തമാക്കേണ്ടതും ജീവിതത്തിലുടനീളം നിലനിർത്തേണ്ടതുമായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് വിവരിച്ചു. ഖുർആൻ പാരായണം താഹിർ അഹമ്മദും മുസ്ലിം മൗദിനെക്കുറിച്ചുള്ള പ്രവചന പാരായണം തൻവീർ അഹമ്മദും പദ്യാലാപനം അയാൻ അഹമ്മദും ചൊല്ലിയാണ് ചടങ്ങ് സമാപിച്ചത്. പാലപ്പെട്ടി അൽ ഹിക്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അൽ ഫിത്ര പ്രീ സ്കൂളിന്റെ വാർഷികാഘോഷം ഖത്തമുൽ ഖുർആൻ സെർമണിയും ഷാരിഖ് ഷംസുദ്ദീൻ എൻഡോമെന്റ് വിതരണവും നടന്നു. പണ്ഡിതനും മോട്ടിവേറ്ററുമായ അൻവർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ട്രോഫികളും പ്രഥമ ഷാരിഖ് ഷംസുദ്ദീൻ എൻഡോമെന്റ് വിതരണവും നടത്തി. ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ സിദ്ദിഖ് കൊട്ടാരപ്പാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശബന ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അൽഫിത്ര പ്രീ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ ആമുഖ പ്രഭാഷണം നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി, നസീമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ജുബൈരിയ ഷംസുദ്ദീൻ അധ്യാപകരെയും ജീവനക്കാരെയും അവാർഡ് നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക ഹസീജ സ്വാഗതവും നുസൈബ ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുരുന്നുകളുടെ വിവിധ കലാപരിപാടികളുണ്ടായി. ഉരുൾപൊട്ടലിൽ തളരാതെ കേരളത്തെ ചേർത്തുപിടിച്ച കേരള ജനതയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് കുരുന്നുകൾ അവതരിപ്പിച്ച നാടകം കാണികൾക്ക് നവ്യാനുഭവമായി. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത്കാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി അങ്ങാടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഭാര വിതരണം ഉത്സവപ്രേമികൾക്ക് ആശ്വാസമായി. 40 ലിറ്റർ തൈരാണ് സംഭാരത്തിന് ഉപയോഗിച്ചത്. സംഭാര വിതരണത്തിന് AC ജോർജ്, ബോബൻ സീപോൾ, ബാബു P ജോർജ്, സൈമൺ മാത്യൂസ്, ബേബി എന്നിവർ നേതൃത്വം നൽകി. ചരമം ചമ്മന്നൂർ വടക്കേക്കുന്ന് എരണ്ടക്കാട്ടയിൽ കുമാരൻ ഭാര്യ സരോജിനി നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയം വൈദ്യുതി ശ്മശാനത്തിൽ നടന്നു. സനോജ് കുമാർ, ആതിര എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കുന്നംകുളം തൃശൂർ റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഗുരുതര പരിക്ക്. സേലം സ്വദേശികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്ക്. എരുമപ്പെട്ടിയിൽ പെട്രോൾ പമ്പിന് സമീപം കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. എളവള്ളി നന്ദന്റെ കരവിരുതിൽ തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ദാരുശില്പങ്ങൾ ഒരുങ്ങി. പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്കുള്ള ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. വടക്കേക്കാട് 63-കാരിയുടെ സാഹസികതയിൽ 4.5 വയസ്സുകാരന് പുനർജീവൻ. കിണറ്റിൽ വീണ കുരുന്നിനാണ് ഒപ്പമുണ്ടായിരുന്ന 7 വയസ്സുകാരിയുടെ സന്ദർഭോചിത ഇടപെടലും 63-കാരിയുടെ ധീരതയും തുണയായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.